ഹലോ പ്രിയമുള്ളവരെ, നമ്മൾ സെഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഉപയോഗിക്കാവുന്ന AI ടൂളുകൾ ഏതൊക്കെയെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ജോബ് സെർച്ചിന് വേണ്ടി നമുക്ക് ഒത്തിരി AI ടൂളുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഓരോ കാറ്റഗറിയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി പോവാം. നമുക്ക് ആദ്യമായി നോക്കാവുന്ന ടൂള് ഫ്രീ റെസ്യൂമെ മേക്കറാണ്. അപ്പൊ ഡിയേഴ്സ്, റെസ്യൂമെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജോബ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും ഏതൊരു ഉദ്യോഗാർത്ഥിയും ആദ്യമായി തയ്യാറാക്കേണ്ട ഒരു സംഭവമാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെസ്യൂമെയിൽ ഉദ്യോഗാർത്ഥിയുടെ പേര്, അവനുള്ള കീ സ്കിൽസുകൾ ഏതൊക്കെയാണ്, ഏത് പോസ്റ്റിനാണ് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ കോഴ്സുകൾ പാസ്സായിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്, അതിന്റെ പെർസെൻറ്റേജ് എത്ര, അതുപോലെ അവനെ റെക്കമെൻഡ് ചെയ്യുന്ന അവൻ മീൻസ് എന്താ പറയാ, അവൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നോ രണ്ടോ ആളുകളുടെ പേരും നമ്പറും കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും, അതുപോലെ ഒരു സത്യപ്രസ്താവനയും, ഇത്രയും കാര്യങ്ങൾ ചേർന്നാൽ ഒരു റെസ്യൂമെ ആയി. അപ്പൊ റെസ്യൂമെ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒത്തിരി വെബ്സൈറ്റുകൾ ഓൺലൈൻ വേൾഡിൽ ഉണ്ട്, AI ടൂളുകൾ ഉണ്ട്. ഇതല്ലാതെയും ഒത്തിരി ടൂളുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൽ കുറച്ചേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ജോബ് അനലിറ്റിക്സ്, റെസ്യൂമെ വേർഡൻ, പെർഫെക്റ്റ് റെസ്യൂമെ, റെസ്യൂമെ.io, ജോബ് സ്കാൻ, സ്കിൽ സിങ്കർ, ലൂപ്പ് CV. ഇനിയും ഒത്തിരി ടൂളുകളുണ്ട്. ലൈക്ക് റെസി എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, കിക്ക് റെസ്യൂമെ ഉണ്ട്, ഒത്തിരി ടൂളുകളുണ്ട്. ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനാവും. ഓക്കെ, സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഗൾഫിൽ ജോലി അന്വേഷിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടുകാരൊക്കെ സാധാരണ കണ്ടുവരാറ് അക്ഷയ സെന്ററിലേക്ക് പോകും. നമ്മുടെ വീടിന്റെ അടുത്തുള്ള അക്ഷയ സെന്ററിലേക്ക് പോകും. എന്നിട്ട് എനിക്ക് ഗൾഫിൽ ഇന്നൊരു കമ്പനിയിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യണം, ആ ജോലിക്ക് ഒരു റെസ്യൂമെ വേണം. അപ്പോൾ അവർ ചോദിക്കും നിന്റെ SLC ബുക്ക് കൊണ്ടാ, അല്ലെങ്കിൽ നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടാ, +2 മാർക്ക് ലിസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. നമ്മളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരവിടെ എടുത്തു വെച്ച ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. ആ ടെംപ്ലേറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് നിന്ന് ഒരു 100, 200, 300 വാങ്ങിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, റെസ്യൂമെ ഉണ്ടാക്കി തരും. ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. പക്ഷെ അതിന് പകരമായി ഇപ്പോ നമ്മുടെ കമ്പനികൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഡേൺ വേൾഡിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ കമ്പനികളും ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമെ മാത്രമേ സ്വീകരിക്കുള്ളൂ. കാരണം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് മുഹമ്മദ് ബാവ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാണ്, MI ബോയ്സ് എന്ന് പറയുന്ന സ്കൂളിലേക്ക് അല്ലെങ്കിൽ MES പൊന്നാനി കോളേജിലേക്ക് ഞാൻ റെസ്യൂമെ അയക്കാം. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അവിടുത്തെ HR മാനേജർ എന്ത് ചെയ്യും, എൻ്റെ റെസ്യൂമെ ആദ്യം കാണും. അപ്പൊ അദ്ദേഹം നോക്കും എത്ര പാസ് പെർസെൻറ്റേജ് ഉണ്ട്, ഏതൊക്കെ കോളേജിലാണ് പഠിച്ചത്, ഏതൊക്കെ സ്കൂളിലാണ് പഠിച്ചത്, എന്തൊക്കെ സ്കിൽസ് ആണ് ഇയാൾക്കുള്ളത്, കാര്യങ്ങളൊക്കെ നോക്കും. നോക്കിയിട്ട് ഓക്കെ ആണ് എങ്കിലും ഇത് എടുക്കും. ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. അതായത് വ്യക്തികളാണ്, മനുഷ്യരാണ് ആദ്യമൊക്കെ എന്ത് ചെയ്ത് ഇതെടുക്കാം ഇത് ഒഴിവാക്കാം എന്നൊക്കെ തീരുമാനിച്ചത്. ഇപ്പോൾ അങ്ങനെയല്ല, അവിടെ എല്ലാം AI സംവിധാനങ്ങൾ വന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം പോലുള്ള സോഫ്റ്റ്വെയറുകളിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ റെസ്യൂമെ കടത്തി വിടുമ്പോൾ, റെസ്യൂമെ പോകുമ്പോൾ, പ്രോസസ്സ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ഉദ്ദേശിക്കുന്ന കീ സ്കിൽസുകൾ, ഈ ജോലിക്ക് വേണ്ട കീ സ്കിൽസുകൾ ഉള്ള റെസ്യൂമെ മാത്രം സെലക്ട് ചെയ്താൽ മതി എന്ന കമാൻഡ് കൊടുത്താൽ എന്ന് തീരുമാനിച്ചാൽ, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റെസ്യൂമെയിൽ ആ ഒരു വേർഡ് ഇല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമെ ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആയി പോകും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ATS. സോ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമെ ഉണ്ടാക്കി തരുവാൻ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ സഹായിക്കുന്ന AI ടൂളുകളാണ് ഈ കാണുന്നതെല്ലാം. ജോബ് അനലിറ്റിക്സ്, ഇതിലൊക്കെ നമ്മൾ ഈ വെബ്സൈറ്റിലൊക്കെ പോയാൽ നമ്മൾ ഏത് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നും നമ്മുടെ കയ്യിൽ നിലവിലുള്ള റെസ്യൂമയുടെ സാമ്പിളും കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിൽ ഈ ജോലിക്ക് വേണ്ട, അതുപോലെ ജോബ് ഡിസ്ക്രിപ്ഷനും കൊടുക്കണം. നമ്മുടെ ജോലി ഏതാണോ ആ ജോലിയുടെ ഡിസ്ക്രിപ്ഷനും കൊടുത്തു കഴിഞ്ഞാൽ ആ ജോലിക്ക് വേണ്ട റെസ്യൂമെ എങ്ങനെയാണ് വേണ്ടത്, ആ കമ്പനി എങ്ങനെയാണ് ആഗ്രഹിക്കുന്നുണ്ടാവുക, അതിനനുസരിച്ചുള്ള ഒരു റെസ്യൂമെ നമുക്ക് എന്ത് ചെയ്യും, റെഡിമെയ്ഡ് ആക്കി ഇവർ സെറ്റ് ചെയ്ത് തരും. ഹലോ പ്രിയ കൂട്ടുകാരെ, എളുപ്പമല്ല ഇപ്പോൾ കാര്യങ്ങൾ? ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കാര്യമാണ് റെസ്യൂമെ. നമ്മുടെ ജോലി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു റെസ്യൂമെയാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് റെസ്യൂമെ ഉണ്ടാക്കാൻ
ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി എന്താണ് ഒരു 100%, ഒരു 100 വേണ്ട, ഒരു 90%എങ്കിലും നമുക്ക് ഉറപ്പായി. അതേസമയം നമ്മുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി അല്ല, ഒരു നോർമൽ റെസ്യൂമെയാണ്, അപ്പൊ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒന്നാമത്തെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടൂളുകൾ കൂടാതെ റെസ്യൂമെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളുകളാണ് റെസ്യൂമേക്ക്, നോവോ റെസ്യൂമെ, സിറ്റി, എൻഹാൻസ് CV, ഓവർലീഫ് റെസ്യൂമെ ബിൽഡർ, റെസിമാച്ച്.io, കേക്ക് റെസ്യൂമെ, കിക്ക് റെസ്യൂമെ, ടീൽ, ഫ്ലോ CV. ഇത്തരം ടൂളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാവുന്ന 20 ടൂളുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓരോ ടൂളുകളും എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ ഒരു മൊബൈൽ ഫോൺ പുതിയത് വാങ്ങിച്ചാൽ എങ്ങനെയാണോ മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്, അതിനേക്കാളും ഈസിയാണ് എന്ത്, ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണ്ടുള്ളവർക്ക് ഒരു ബ്രോഷറൊക്കെ വേണം, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് പവർ സ്വിച്ച് കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മുടെ ഈ ഒരു ന്യൂജൻ കുട്ടികൾക്ക് എന്ത് വേണ്ടതില്ല, അതിന്റെ ആവശ്യമില്ല. ഒരു മൊബൈൽ കിട്ടിയാൽ അറിയാം എവിടെ ഞെക്കിയാൽ ഓൺ ആവും, എവിടെയാണ് ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനേക്കാളും ഈസിയാണ്, വളരെ ഈസിയാണ് നമുക്ക് ഒരു റെസ്യൂമെ AI ടൂൾ ഉപയോഗിച്ച് ഉണ്ടാക്കുക. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ഫ്രീ കവർ ലെറ്റർ മേക്കർ. അതായത് പൊതുവേ നമ്മളിപ്പോൾ യൂറോപ്യൻസ്, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ല യൂറോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളായ ആളുകൾ, ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മലയാളികൾക്ക് അവിടെ ജോബിന് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടാത്തത്, എന്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒന്നാമത്തെയും ആദ്യത്തെയും കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, വി ആർ സെൻഡിങ് ജസ്റ്റ് അവർ റെസ്യൂമെ വിത്തൗട്ട് കവറിംഗ് ലെറ്റർ. ഏത് ജോലിക്കാണ് ഞാൻ ഈ റെസ്യൂമെ അയക്കുന്നത് എന്ന് മെൻഷൻ ചെയ്യുന്ന ഒരു 1 പേജോ ഉള്ള ഒരു ഷീറ്റ് ഇല്ലാതെ വെറുതെ റെസ്യൂമെയാണ് എല്ലാവരും അയച്ചു വിടുന്നത്. കൊണ്ടാണ് നമ്മൾ പലരും തൊഴിലന്വേഷണത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നോട്ടായി പോകുന്നത്. പ്രിയ കൂട്ടുകാരെ, അപ്പൊ റെസ്യൂമെ അയക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കവറിംഗ് ലെറ്റർ ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ChatGPT ഉപയോഗിച്ചും നമുക്ക് റെസ്യൂമെ ഉണ്ടാക്കാം, റെസ്യൂമയുടെ സ്ട്രക്ചർ ഒക്കെ തീരുമാനിക്കാം, അതുപോലെ കവർ ലെറ്റർ നമുക്ക് ഉണ്ടാക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ MI ബോയ്സ് എന്ന് പറഞ്ഞ സ്കൂളിൽ, MI ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, അല്ലെങ്കിൽ MI ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സിൽ എന്താ പറയാ, +2 ഇക്കണോമിക്സ് ടീച്ചർ ആവാനുള്ള ആ ടീച്ചർ പോസ്റ്റിനുള്ള ആപ്ലിക്കേഷന് വേണ്ട കവറിംഗ് ലെറ്റർ തയ്യാറാക്കി തരാമോ എന്ന് ChatGPT ചോദിച്ചാൽ മതി. അപ്പൊ ChatGPT എന്ത് ചെയ്യും, കവറിംഗ് ലെറ്റർ തയ്യാറാക്കി തരും. I am applying for the post of HSST in economics in MI ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് കവറിംഗ് ലെറ്റർ ChatGPT തരും. ആ കവറിംഗ് ലെറ്റർ പ്ലസ് റെസ്യൂമെ രണ്ടും കൂടി കൊടുക്കുമ്പോഴാണ് നമ്മുടെ റെസ്യൂമെ കമ്പനികൾ അല്ലെങ്കിൽ സ്കൂളുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ റെസ്യൂമെ ഉണ്ട്, ഒപ്പം നമ്മൾ കവറിംഗ് ലെറ്ററും സെറ്റ് ആക്കണം. ഇതിന് രണ്ടിനും നമ്മൾ എന്ത് ചെയ്യുന്നു, AI ടൂളുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ട് കാര്യങ്ങളും ഒരേ സ്ഥലത്ത് സാധിച്ചാലോ, കവറിംഗ് ലെറ്ററും റെസ്യൂമെയും രണ്ടും ഒരേ സ്ഥലത്ത് നടക്കുന്ന ഒരു ടൂളാണ് job.board.ai. ഈ വെബ്സൈറ്റിൽ പോയാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ജോലി, അതിന്റെ പോസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ട കവറിംഗ് ലെറ്ററും റെസ്യൂമെയും നമുക്ക് എന്ത് ചെയ്യും, ഇവർ ഉണ്ടാക്കി തരും. ഓക്കെ ആണോ? ഇനി പ്രധാനമായിട്ട് നമ്മൾ ഇനി ഫോറിനിലൊക്കെ പോകാൻ വേണ്ടിയാണ് ഒരാൾ നോക്കുന്നത്. അയാൾക്ക് കമ്പനികൾ ഫോറിനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ വെബ്സൈറ്റിൽ നോക്കാവുന്നതാണ്. റാൻഡ്സ്റ്റാർട്ട്, ടോപ്പ് ഹയർ, ബിഗ് ഷിഫ്റ്റ്. ഈ വെബ്സൈറ്റുകൾ നോക്കിയാൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ കഴിയും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ +1 പ്രായത്തിലുള്ള +2 പ്രായത്തിലുള്ള കുട്ടികളായതുകൊണ്ട് അധികം പേരും കേൾക്കണം എന്ന് ഇല്ല. എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന, നിങ്ങൾ ഇപ്പോഴേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ടൂളാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലിങ്ക്ഡിൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ
ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കിൽ നമുക്ക് എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെ നമ്മുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാരെയാണ് കൂടുതൽ കാണാം. അതേസമയം ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് പ്രൊഫഷണൽസുകളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതിലുള്ളതൊക്കെ ഡിസിഷൻ മേക്കേഴ്സ് ആണ്. ഓക്കെ, അതായത് ജോലി കൊടുക്കുന്ന ആൾക്കാരാണ്, സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആണ്, ഫൗണ്ടേഴ്സ് ആണ്, കോ ഫൗണ്ടേഴ്സ് ആണ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അപ്പൊ അവിടെ എങ്ങനെ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റ് ചെയ്യണം എന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഈ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാം. കരിയർ ഫ്ലോ എന്നുള്ള വെബ്സൈറ്റ് ഉപയോഗിക്കാം, ജോബ് സ്കാൻ ഉപയോഗിക്കാം, ഹൈറേഷൻ എന്നുള്ള വെബ്സൈറ്റ് ഉപയോഗിക്കാം. അപ്പൊ ലിങ്ക്ഡിൻ നിങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്ക് പൊതുവെ ഉണ്ടാവാറില്ല. എന്നാൽ എന്നിരുന്നാൽ തന്നെ നിങ്ങൾ ഇപ്പോഴേ അതൊക്കെ ബിൽഡ് ചെയ്ത് ശരിക്കും സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് വെരി ഗുഡ് ജോബ്സ്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഇനി ഫോറിൻ ജോബ് മതി, എനിക്ക് ഇന്ത്യയിൽ ജോലി വേണ്ട, വിദേശത്ത് മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരും കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അവർക്ക് പറ്റിയ 3 വെബ്സൈറ്റുകളാണ് നൗക്കരി ഗൾഫ്. നൗക്കരി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയാണ്. നൗക്കരി എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഉണ്ട്, nowkari.com ഉണ്ട്. അത് ഇന്ത്യയിലെ ജോബുകളാണ് അത് ലിസ്റ്റ് ചെയ്യുക. നൗക്കരി ഗൾഫിൽ പോയാൽ, ആ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, വിദേശ ജോലികൾ അവിടെ ലിസ്റ്റ് ചെയ്തതായി കാണാൻ പറ്റും. അതുപോലെ ഗൾഫ് ടാലന്റ്, ആ വെബ്സൈറ്റിൽ പോവാം. byte.com, BAYT, ബൈത്ത് എന്ന് പറഞ്ഞ വീട്, അത് ഗൾഫിലുള്ള ജോലി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫോറിൻ ജോബുകൾ നോക്കാം. ഇനി അടുത്തതാണ് ശ്രദ്ധിക്കുക, ഇത് വളരെ ഞാൻ ഈ ലിസ്റ്റിൽ ഉണ്ടാക്കിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ടൂളാണ്. നമുക്ക് ഇന്റർവ്യൂ, പലരുടെയും പേടി സ്വപ്നമാണ് ഇന്റർവ്യൂ. ഇപ്പൊ എനിക്കറിയുന്ന ഒരു കുറച്ച് പേരെങ്കിലും സിവിൽ സർവീസിന്റെ പ്രിലിമിനറി എക്സാം ക്വാളിഫൈ ചെയ്തു, മെയിൻ എക്സാം ക്വാളിഫൈ ചെയ്തു, ഇന്റർവ്യൂ ഫെയിലായ കുറെ ആളുകളുണ്ട്. എനിക്കറിയുന്ന തന്നെ പേഴ്സണലി അറിയുന്ന ആളുകളുണ്ട്. അതുപോലെ ജോലിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെക്കാളൊക്കെ മാർക്കുള്ള, സ്കില്ലുള്ള, കഴിവുള്ള ആളുകൾ, പക്ഷെ അവരൊക്കെ ഇന്റർവ്യൂവിൽ ഫെയിലായി കുറെ കഥകളും കുറെ സംഭവങ്ങളൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതുണ്ട്, നിങ്ങൾക്കും അറിയുന്നുണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് ആൾ കഴിഞ്ഞ് നിങ്ങളൊക്കെ ജോലിക്ക് ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങളുടേക്കാൾ സ്കില്ലുള്ള, നോളജുള്ള എന്ന് നിങ്ങളും മനസ്സിലാക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടാതെ പുറത്ത് നിൽക്കുന്ന കാണാം. അപ്പൊ അവരൊക്കെ എന്താണ് ഫെയിലായി പോകുന്നത്, ഇന്റർവ്യൂവിലാണ് അവർ ഫെയിലായി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇന്റർവ്യൂ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അതുപോലെ കവറിംഗ് ലെറ്റർ, റെസ്യൂമെ, ഇന്റർവ്യൂ, 3 കാര്യങ്ങളും കൂടി ഒറ്റ സൈറ്റിൽ നടക്കുന്ന കാര്യമാണ് AI അപ്ലൈ എന്ന വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ഇന്റർവ്യൂ പ്രാക്ടീസ് ചെയ്യാം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയും അതിന്റെ പൊസിഷനും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂവിൽ നമ്മളോട് എന്തൊക്കെയാണ് ആ കമ്പനിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് നമ്മളോട് എന്തൊക്കെയാണ് ചോദിക്കുക എന്ന് നമുക്കിതിൽ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് പോകാൻ കഴിയും. ഓക്കെ, അപ്പൊ AI അപ്ലൈ നിങ്ങൾ ഒരിക്കലും മറന്നു പോവരുതാത്ത ഒരു വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ പുതിയതായി ജോബുകളൊക്കെ മീൻസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഫിഷ് ബോൾ. ഈ വെബ്സൈറ്റ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഒരു ഫോളോ ചെയ്യേണ്ട ഒരു വെബ്സൈറ്റാണ് ഫിഷ് ബോൾ വെബ്സൈറ്റ്. അതുപോലെ ഇനി വേറെ രസമാണ്, നമുക്ക് ജോലി കിട്ടി, നമുക്കിപ്പോൾ സപ്പോസ് ഒരു കോളേജിൽ ഒരു ഇന്റർവ്യൂവിന് പോയി, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി, അല്ലെങ്കിൽ നമ്മുടെ IT കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയി. അപ്പോൾ നമ്മൾ പോകുന്ന പോസ്റ്റ്, ഉദാഹരണത്തിന് ഇപ്പോൾ IT കമ്പനിയിൽ നമ്മളൊരു മാനേജർ പോസ്റ്റിനാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പോസ്റ്റിനാണ് പോകുന്നത്. അപ്പൊ നിലവിൽ അവിടെ എത്രയാണ് സാലറി കൊടുക്കുന്നത്, അതുപോലെ സാലറി സ്കെയിൽ അവിടെ എത്രയാണ് നിലവിൽ, ഇതൊക്കെ നമുക്ക് അറിയണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ നമ്മളോട് അവർ ചോദിക്കുകയാണ് എക്സ്പെക്റ്റഡ് സാലറി എത്രയാണ്. ചിലപ്പോൾ അവിടെ സ്റ്റാർട്ടിങ് 50,000 ആയിരിക്കും, 50,000. പക്ഷെ നമ്മൾ ജോലി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയും എനിക്ക് 20,000 മതി, ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യും, 20 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ, എന്നാൽ നമുക്ക് 18 പിടിക്കാം, 18,000 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇല്ലാതിരിക്കാൻ സാലറി നെഗോഷിയേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇന്റർവ്യൂവിലെ വലിയൊരു പാർട്ട് തന്നെയാണ്. അപ്പൊ അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് പേ സ്കെയിൽ പോലെയുള്ള വെബ്സൈറ്റുകൾ. ഇനി IT മേഖലയിൽ മാത്രം എനിക്ക് മതി ജോലി എന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റാണ് hirest.tech. ഈ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് IT മേഖലയിൽ മാത്രം ജോലി അന്വേഷിക്കാവുന്നതാണ്. ഇനി അടുത്ത നോക്കിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൂൾ ഓൾറെഡി പറഞ്ഞു, ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനുള്ള ടൂളുകൾ. അപ്പൊ നമുക്കറിയാം ഇന്റർവ്യൂ ഒരുപാട് പേരുടെ പേടി സ്വപ്നമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്. നമുക്ക് എങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോട് എങ്ങനെ അവരെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു കിട്ടിയൊരു വിഷയത്തിൽ സംസാരിക്കാൻ പറ്റും.
അതൊരു സ്കില്ലാണ്. ലോകത്തിൽ മരണത്തേക്കാൾ ആളുകൾ പേടിക്കുന്ന, അതായത് മരണം കഴിഞ്ഞാൽ തൊട്ട് മരണമാണ് ഒന്നാമത്തെ കാര്യം, അത് എല്ലാവർക്കും പേടിയുള്ള. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യമാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അർത്ഥത്തിൽ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള ഒരു ഘടകമാണ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. ഇന്റർവ്യൂവിൽ നമ്മൾ ചിലപ്പോൾ അധികവും ഒരാളായിരിക്കും നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ ബോർഡായിരിക്കും, ഒന്നിലധികം ആളുകളുള്ള ഒരു ബോർഡായിരിക്കും. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ നമുക്ക് ആ കമ്പനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. സപ്പോസ് എൻ്റെ കമ്പനി, ഞാൻ നടത്തുന്ന ഒരു സ്കൂളാണ്. സ്കൂളിലേക്ക് ഒരു HMനെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ, മീൻസ് ഒരു HMനെയാണ് ഞാൻ അന്വേഷിക്കുന്നതെങ്കിൽ, വരുന്ന ഒരു കാൻഡിഡേറ്റിനോട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ആ കാൻഡിഡേറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, അദ്ദേഹത്തിന് HM ആയിട്ട് എടുക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എടുക്കില്ല. അതുപോലെ ഒരു ക്ലർക്ക് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ ഇന്റർവ്യൂവിന്, നമ്മൾ പോകുന്ന ഒരു ഇന്റർവ്യൂവിന് നമ്മളോട് എന്തൊക്കെയാണ് ചോദിക്കുക, അതിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരും, അതിന് നമ്മൾ എന്താ ആൻസർ പറയണം, ഇനി ഞാൻ പറയുന്ന ആൻസർ തന്നെ ശരിയാണോ ശരിയല്ലേ, അതിലെന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന AI ടൂളുകളാണ് ഈ കാണുന്ന AI ടൂളുകൾ. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി കാണാം. ഇന്റർവ്യൂ ബഡ്ഡി, ഇന്റർവ്യൂ വാമപ്പ്. ഇന്റർവ്യൂ വാമപ്പ് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്, അടിപൊളി പ്ലാറ്റ്ഫോമാണ്, സൂപ്പർ പ്ലാറ്റ്ഫോമാണ്. pramb.com, tryexponent.com, myinterview.com, ഇത്തരം വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഇന്റർവ്യൂവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെയുള്ള പിന്നെയുള്ള വെബ്സൈറ്റുകൾ, ഞാൻ ഒരുപാട് വെബ്സൈറ്റുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഈസി എന്ന് തോന്നുന്ന വെബ്സൈറ്റുകളാണ് ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം. അവകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചു നോക്കുക. vMock, ബിഗ് ഇന്റർവ്യൂ, മോക്ക് AI, റിവൈറ്റ് AI ഫോർ ഇന്റർവ്യൂസ്, ഹയർവ്യൂ കോച്ച്, മോക്ക് മേറ്റ്, AI ഇന്റർവ്യൂ കോച്ച്, സ്പാർക്ക് ഹയർ. അപ്പൊ ഇത്തരം വെബ്സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അവിടെ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക, ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്, എക്സ്പെക്റ്റഡ് സാലറി ചോദിച്ചാൽ ഞാൻ ഒറ്റ ഒരു നമ്പർ പറഞ്ഞാൽ മതിയോ, അല്ല ഞാൻ റേഞ്ച് ആണോ പറയേണ്ടത്, ശമ്പളം എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 50,000 എന്ന് പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ 40,000 മുതൽ 60,000 വരെ എന്ന് പറയണോ, എന്നൊക്കെ ഉള്ള തരത്തിലുള്ള സജഷൻസ് ഒക്കെ ഈ AI ടൂളുകൾ തരും. ഇനി അടുത്തൊരു ചോദ്യമാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഈ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു ചോദ്യമാണ്, അവരുടെ മനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് ഈ ജോബ് ആപ്ലിക്കേഷൻ അയക്കണം, ആപ്ലിക്കൻസ് അല്ല, ആപ്ലിക്കേഷൻ, എൻ്റെ റെസ്യൂമെ കാര്യങ്ങൾ അയക്കണം. ആർക്കാണ് ഞാൻ അയക്കുക, അയക്കേണ്ട ആളെ മനസ്സിലായി, പക്ഷെ അയാളുടെ മെയിൽ ID എവിടുന്നാ കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളാണ് hunter.io, getprospect.com, ഇതുപോലുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിക്കാം. ഹണ്ടറിന്റെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്റ്റൻഷനൊക്കെ അവൈലബിൾ ആണ് ഗൂഗിളിൽ, ക്രോമിൽ. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈവൻ ആപ്പിളിന്റെ CEO ആയ ടിം കുക്കിന്റെ വരെ മെയിൽ ID നമുക്ക് അതിൽ നിന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, മെയിൽ അയക്കാൻ പറ്റും. അതുപോലെ തന്നെ കരിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട കോച്ചിങ്, ഗൈഡൻസ്, കാര്യങ്ങളൊക്കെ കിട്ടുന്ന കുറച്ച് വെബ്സൈറ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഏത് തരം ഡ്രസ്സ് ധരിക്കണം, ഫോമൽ ഡ്രസ്സ് എന്തൊക്കെ ഫോമൽ ഡ്രസ്സിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരു കരിയർ അപ്ബ്രിങ്ങിങ്ങിന് വേണ്ടി, ഒരു കരിയർ ഗ്രൂമിംഗ് എന്നൊക്കെ പറയും, അതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന വെബ്സൈറ്റുകളാണ് ഈ പറയുന്നത്. ബെറ്റർ AI കോച്ചിങ്, സൗണ്ടിങ് ബോർഡ്, കോച്ച് ഹബ്, ഗ്ലോ കോച്ച്, mycoach.ai, ഹയർ ഗൈഡ് AI, കരിയർ വില്ലേജ്, പാത്ത് റൈസ്, AI കരിയർ കോമ്പസ്, ലെവലപ്പ് AI. ഇത്തരം വെബ്സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കരിയർ ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ്. അതുപോലെ തന്നെ അടുത്തൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ്. നമുക്ക് നമ്മൾ ഏത് ഫീൽഡുകളും, ഞാനൊരു എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയിൽ, അങ്ങനെയെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ആളുകളുമായിട്ട് അടുപ്പമുണ്ടാക്കാൻ ആവശ്യമായ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ടൂളുകൾ ഏതെല്ലാം. അത് ലിങ്ക്ഡിൻ നമുക്ക് യൂസ് ചെയ്യാം, ലഞ്ച് ക്ലബ്ബ് ഉപയോഗിക്കാം, ഹാൻഡ് ഷേക്ക് വെബ്സൈറ്റ് ഉപയോഗിക്കാം, ഷേപ്പർ വെബ്സൈറ്റ് ഉപയോഗിക്കാം, കോമൺ റൂം ഉപയോഗിക്കാം, ഗിൽഡ് ഉപയോഗിക്കാം, നെറ്റ്വർക്ക് AI ഉപയോഗിക്കാം, ടാലോ യൂസ് ചെയ്യാം, മീറ്റപ്പ് ഉപയോഗിക്കാം, സർക്കിൾ ഉപയോഗിക്കാം. ഇതിൽ പറയാത്തതാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒത്തിരി ടൂളുകളുണ്ട്. ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആളുകളായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്കിൽസ് അസസ്മെന്റ് അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, എന്നാലും നമ്മളിപ്പോൾ ഓരോ ജോലിക്ക് പോകുമ്പോൾ ഇന്ന സ്കില്ലുകൾ വേണം എന്ന് അറിയാലോ, അതിൽ കാണിക്കും. അപ്പോൾ ആ സ്കില്ലുകൾ നമുക്കുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയുള്ള സൈറ്റുകളാണ് ഈ കാണുന്ന സ്കിൽ അസസ്മെന്റ്.
അപ്പോൾ ഈ സ്കിൽസ് നമുക്കില്ല എങ്കിൽ, അല്ലെങ്കിൽ കുറവാണുള്ളതെങ്കിൽ നമ്മളത് പഠിച്ചെടുക്കണം. ഇനി നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്തുള്ള ജോലികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ സെഷന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, നമ്മൾ സ്കൂളിൽ പഠിച്ച വിദ്യാഭ്യാസം കൊണ്ടും കോളേജിൽ മാത്രം പഠിച്ച വിദ്യാഭ്യാസം കൊണ്ടും നമ്മൾ ചിലപ്പോൾ നമ്മുടെ കരിയറിൽ നമ്മൾ സ്യൂട്ട് ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ കമ്പനി ഇൻഡസ്ട്രി ഡിമാൻഡ്സ് എന്ന് പറയും, അതായത് കമ്പനികൾ ആഗ്രഹിക്കും, അവരുടെ കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതിനുള്ള സിലബസ് ഒന്നും, അതിന് മാച്ചായ സിലബസ് ഒന്നും മേ ബി നമ്മുടെ സ്കൂളുകളിലോ നമ്മുടെ കോളേജുകളിലോ നമ്മൾ നിലവിൽ പഠിപ്പിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ കോളേജിലെയും സ്കൂളിലെയും സിലബസിന് പുറത്ത് കമ്പനികൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ സ്കിൽഫുള്ളായി പുറത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ല ജോലികൾ കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകളാണ് ഉഡമി. ഉഡമി എന്ന് പറയുന്നത് നമുക്കറിയാം, മൊബൈൽ ആപ്പ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. അതിലൊക്കെ ഒത്തിരി കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിന്റെ ഫ്രീ കോഴ്സുകളുണ്ട്, പെയ്ഡ് കോഴ്സുകളുണ്ട്, ഒക്കെ ചേരാം. 499 രൂപ മുതൽ മുകളിലോട്ട് കോഴ്സുകളുണ്ട്. അപ്പോൾ അതുപോലെ കോഴ്സറ, അതൊരു പ്ലാറ്റ്ഫോമാണ്. ഇനി കേന്ദ്ര ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെ പ്ലാറ്റ്ഫോമാണ് NPTEL, സ്വയം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒത്തിരി കാര്യങ്ങൾ പുതുതായി പഠിച്ചെടുക്കാൻ കഴിയും. അതുപോലെ ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്, അത് പെയ്ഡ് ആണ്. സ്കിൽ ഷെയർ ഉണ്ട്, അത് കുറച്ച് കോഴ്സുകൾ ഫ്രീ ഉണ്ട്, പെയ്ഡും ഉണ്ട്. പ്ലൂറൽ സൈറ്റ് ഉണ്ട്, എഡക്സ് ഉണ്ട്, ഖാൻ അക്കാദമി ഉണ്ട്, തിങ്കിഫിക് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി കോഴ്സുകളും ഒത്തിരി ടൂളുകളും, ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ സ്കിൽഫുൾ ആവുക, അപ്ഡേറ്റഡ് ആവുക. ഓക്കെ, നമ്മൾ പറയില്ലേ, അത്രത്തോളം നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നു അത്രത്തോളം നമുക്ക് ജോലിയിൽ പിടിച്ചേക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികളും എല്ലാ അധ്യാപകരും ആര് തന്നെ ആവട്ടെ, അവരെന്ത് ചെയ്യും, ഔട്ട്ഡേറ്റഡ് ആയി പോകും, കാലഹരണപ്പെട്ടു. സോ ആസ് എ ടീച്ചർ, ആസ് എ ട്രെയിനർ, ആസ് എ മെന്റർ, നിങ്ങളുടെ ഈ ഒരു സെഷന്റെ മെന്റർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ബി എ ലൈഫ് ലോങ് ലേണർ. BA ലൈഫ് ലോങ് ലേണർ, മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കുക. ഓക്കെ, നിങ്ങൾ അധ്യാപകനാവട്ടെ, ഡോക്ടർ ആവട്ടെ, നിങ്ങൾ ഏത് ഫീൽഡിൽ എത്തിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം, മരണം നമ്മളെ സിനിമയില് സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്ന പോലെ, മരണമെത്തുന്ന നേരത്ത് പറയില്ലേ, ആ സമയം വരെ നമ്മൾ എന്താ പറയുക, വിദ്യാർത്ഥിയായിരിക്കണം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി നമ്മൾ മെന്റർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾക്ക് കോച്ചിങ് തരുന്ന, അതിന് സഹായിക്കുന്ന വെബ്സൈറ്റ് ഗ്രോത്ത് മെന്റർ, മെന്റർ ക്രൂയിസ്, ടുഗദർ AI, ഗൈഡർ, 10,000 കോഫീസ്, ക്രോണസ്, മെന്റർ ലുക്ക്, പുഷ് ഫാർ, മൈക്രോ മെന്റർ, റിവർ. ഇത്തരം വെബ്സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കൂടുതൽ പഠിച്ച് മുകളിലേക്ക് പോകാൻ കഴിയും. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യും, കൂടുതൽ കൂടുതൽ മികച്ചൊരു അധ്യാപകനാവാൻ, മികച്ചൊരു തൊഴിലന്വേഷകനാവാൻ നമ്മളെ സഹായിക്കും. അതുപോലെ ഇനി അടുത്തൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ ബ്രാൻഡിങ്. ഓക്കെ, ഇപ്പോ നമുക്ക് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഒരു ആപ്പിൾ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കമ്പനി ഉണ്ട് അല്ലെ, ആപ്പിൾ കമ്പനി ഉണ്ട്. പലപ്പോഴും ഫ്രൂട്ട്സ് വരുന്നതിന് മുമ്പ്, ഫ്രൂട്ടായ ആപ്പിൾ വരുന്നതിന് മുമ്പ് ഒരു ആപ്പിൾ കമ്പനി, ഐഫോൺ ഓർമ്മ വരുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ വരും. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഷാറൂഖ് ഖാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരാൾ വരും അല്ലെ, രജനീകാന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരാൾ വരും, അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ, മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിൾ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ബ്രാൻഡാണ്. പക്ഷേ ആപ്പിളിന്റെ ഫൗണ്ടർ ആയിരുന്ന സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പേഴ്സണൽ ബ്രാൻഡാണ്. ഓക്കെ, ഷാറൂഖ് ഖാൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ബ്രാൻഡാണ്, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ, ഇപ്പൊ ഞാൻ മുഹമ്മദ് ബാവ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞാനൊരു പേഴ്സണൽ ബ്രാൻഡാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു എന്നെ അറിയുന്ന ആരും ഇതിലുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി എന്നെ നിങ്ങൾ അറിയണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് നിങ്ങളെ മനസ്സിലാവണമെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് പേഴ്സണൽ ബ്രാൻഡിങ്. നമ്മളൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആപ്പിൾ പരസ്യം ചെയ്യാറുണ്ടോ, ഞങ്ങളുടെ ആപ്പിൾ പുതിയ എഡിഷൻ ഇറങ്ങുന്നുണ്ട്, എല്ലാവരും വരണേ, നാളെ തന്നെ വാങ്ങിക്കണേ എന്ന് പറയാറില്ല അല്ലെ. അവര് ലോഞ്ച് ചെയ്തൊരു ദിവസമുണ്ട് സെപ്റ്റംബറിൽ, ആ ഡേറ്റ് അവർ അനൗൺസ് ചെയ്യും. അല്ലാതെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പത്രത്തിലൊന്നും അവർ പറയില്ല, ഐഫോൺ വരുന്നുണ്ട്, നിങ്ങൾ വരൂ, പൊന്നാനിക്ക് വരൂ, അല്ലെങ്കിൽ കണ്ണൂരേക്ക് വരൂ, കാസർഗോഡേക്ക് വരൂ, ഡൽഹിക്ക് വരൂ, ബോംബെക്ക് വരൂ, കൊച്ചി വരൂ, ഇതാണ് ഞങ്ങളുടെ ഷോറൂം എന്ന് അവർ പറയാറില്ല. പക്ഷെ ആളുകൾ അവിടെ എത്തും, കാരണം ദാറ്റ് ഈസ് വാട്ട് ഈസ് ബ്രാൻഡിങ്. സോ ലൈക്ക് ദാറ്റ് നമുക്കും എന്ത് വേണം, ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി വേണം. അപ്പൊ അതിന് പോർട്ട്ഫോളിയോ ബോക്സ് വെബ്സൈറ്റ് ഉപയോഗിക്കാം, കാർബൺ മെയ്ഡ് ഉപയോഗിക്കാം, അഡോബി സ്പാർക്ക് ഉപയോഗിക്കാം, ബിഹാൻസ് ഉപയോഗിക്കാം, ഡ്രിബിൾ ഉപയോഗിക്കാം. ബിഹാൻസ്, ഡ്രിബിൾ പോലുള്ള പ്ലാറ്റ്ഫോംസ് എന്നൊക്കെ പറഞ്ഞാൽ ഡിസൈനേഴ്സ്, ഡിസൈൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്
അവരുടെ വർക്കുകളൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ച് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള വെബ്സൈറ്റുകളാണ്. അതുപോലെ ജാസ്പർ AI ഉപയോഗിക്കാം, കിക്ക് ഓഫ് ഉപയോഗിക്കാം, ഡക്ക് ഗോ ഉപയോഗിക്കാം, റെസ്യൂമെ വേർഡ് ഉപയോഗിക്കാം, ലിങ്ക്ഡിൻ യൂസ് ചെയ്യാം, റെപ്യൂട്ടേഷൻ ഡോട്ട് കോം ഉപയോഗിക്കാം, അതുപോലെ ക്യാൻവ ഉപയോഗിക്കാം. ഇത്തരം വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഉണ്ട്, മുഹമ്മദ് ബാവ www.muhammadbawa.in എന്നാണ് വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് എൻ്റെ പേരടിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ബാവ KH എന്നടിച്ചാൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് വരും, ഫേസ്ബുക്കിലെ പ്രൊഫൈൽ വരും, പിന്നെ ഇൻസ്റ്റാഗ്രാം വരും, അതുപോലെ തന്നെ എൻ്റെ വെബ്സൈറ്റ് വരും, സ്ലൈഡ് ഷെയറിൽ എൻ്റെ അക്കൗണ്ട് വരും, ലിങ്ക്ഡിനിൽ എൻ്റെ അക്കൗണ്ട് വരും. അങ്ങനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരാൾക്ക് എത്രത്തോളം പ്ലാറ്റ്ഫോമിൽ അയാൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഉണ്ടാക്കണം. എനിക്ക് അത്രത്തോളം ഒന്നും ആയിട്ടില്ല, എന്നാലും നമ്മൾ മാക്സിമം ഏറെക്കുറെ അത്യാവശ്യം ആളുകളൊക്കെ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മുടെ പ്രൊഫൈൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഓരോ സ്റ്റേജ് ഇങ്ങനെ കടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈഗോ സർഫിംഗ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? ഈഗോ സർഫിംഗ്, അതായത് നമ്മളെക്കുറിച്ച് ഇപ്പൊ എൻ്റെ പേര് മുഹമ്മദ് ബാവ എന്നാണ്, ഞാൻ എന്നെ കുറിച്ച് എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക മുഹമ്മദ് ബാവ. അപ്പോൾ എന്തൊക്കെയും കാണുന്നുണ്ടോ, എന്തൊക്കെയും വരുന്നുണ്ടോ നോക്കുക. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ സൗദ മിസ്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ സ്കൂളിലെ ഓരോ ടീച്ചേഴ്സ് ആയാലും വിദ്യാർത്ഥികളായാലും നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരടിച്ചു. അപ്പൊ അതിൽ എന്തൊക്കെയാണ് വരുന്നത്, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വരുന്നുണ്ടോ, ഫേസ്ബുക്ക് വരുന്നുണ്ടോ, ലിങ്ക്ഡിൻ വരുന്നുണ്ടോ, അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമുകളും വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്ത വർക്കുകൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഒരു ഫേസ്ബുക്ക് ഗൂഗിളിന്റെ ഫസ്റ്റ് പേജിൽ നിങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങളും നിങ്ങളുടെ ബിസിനസ്സും ജീവിച്ചിരിപ്പില്ല എന്നർത്ഥം. ഓക്കെ, ഇഫ് യു ആർ നോട്ട് സെർച്ചബിൾ യു ആർ ഡെഡ് എന്ന് പറയുന്നു. നിങ്ങൾ പേരടിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ഡീറ്റെയിൽസ് ഗൂഗിളിന്റെ ഫസ്റ്റ് പേജിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ യു ആർ ഡെഡ്, യുവർ ബിസിനസ് ഈസ് ഡെഡ് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പൊ ഇൻ മോഡേൺ വേൾഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മളെ കാണണം, നമ്മൾ ഉണ്ടാവണം, നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാവണം, നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടാവണം, നമ്മളെ കുറിച്ച് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കിട്ടണം. ഇപ്പൊ എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ പോയാൽ കാണാം, ഇൻസ്റ്റാഗ്രാം പോയാൽ കാണാം മുഹമ്മദ് ബാവ KH.AI എന്ന് കാണാം. അപ്പൊ .ai എന്തിനാണ് ആഡ് ചെയ്തത്? അത് ബ്രാൻഡിങ് പർപ്പസ് ആണ്. അപ്പൊ AI റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ആരും ഇൻസ്റ്റാഗ്രാമിൽ AI എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ പേര് ഷൂട്ടപ്പ് ചെയ്യും, പോപ്പപ്പ് ചെയ്ത് വരും. അപ്പൊ ഇതൊക്കെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് വരിക, ബിൽഡ് ചെയ്ത് വരിക. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ ചിലരൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവരായിരിക്കും, 1 മില്യൺ ഉള്ളവരുണ്ട്, 2 മില്യൺ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ചിലർ 10K ഉള്ളവരുണ്ട്, ചിലർ 20K ഉള്ളവർ, അങ്ങനെ അങ്ങനെ പല പല. അപ്പൊ മൈക്രോ ഇൻഫ്ലുവൻസർ, നാനോ ഇൻഫ്ലുവൻസർ, അങ്ങനെ ഇൻഫ്ലുവൻസറിന്റെ മീൻസ് ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചാർജ് ചെയ്യാവുന്ന എമൗണ്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു സോഷ്യൽ മീഡിയ കാലത്ത്, ഇൻസ്റ്റാഗ്രാം ലോകത്ത്, ഈ ഫേസ്ബുക്കിന്റെ ലോകത്ത് എല്ലാവരും ഓരോ ഇൻഫ്ലുവൻസർമാരാണ്, ചോട്ട ഇൻഫ്ലുവൻസർമാരാണ്. അപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളും നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളും നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളും നമുക്ക് എല്ലാവർക്കും വാല്യൂ കൊടുക്കാൻ കഴിയണം. അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനിൽ, അവരുടെ ജീവിതത്തിൽ അവർക്ക് എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല നല്ല ടിപ്സുകളും ടൂൾസുകളും സ്ട്രാറ്റജികളും നമുക്ക് കൊടുക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മളൊരു ബ്രാൻഡായി മാറുക. അപ്പോൾ ആസ് എ ഒരു പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലക്ക് നമുക്കൊരു ബ്രാൻഡായി മാറാൻ കഴിഞ്ഞാൽ നമ്മൾ എന്തായി, പേഴ്സണൽ ബ്രാൻഡായി മാറി. ഇപ്പൊ മലയാളം സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ചില മുഖങ്ങളുണ്ട്. മമ്മൂട്ടിയുടെ, മോഹൻലാലിന്റെ, പൃഥ്വിരാജിന്റെ, ദിലീപിന്റെ, അങ്ങനെ കുറെ ആളുകളുടെ, ആസിഫ് അലിയുടെ, ബിജുവിന്റെ, അങ്ങനെ കുറെ ആൾക്കാരെ ഓർമ്മ വരുന്നുണ്ട്. ചില ആൾക്കാരെ നമ്മൾ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഓർമ്മ വരിക തന്നെ ഇല്ല, കാരണം അവരൊന്നും എന്തല്ല, ബ്രാൻഡ് അല്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു 5 മൊബൈൽ ഫോൺ ബ്രാൻഡുകൾ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആപ്പിൾ പറയും, സാംസങ് പറയും, വിവോ പറയും, ഓപ്പോ പറയും, അങ്ങനെ ഒരു 5 എണ്ണം പറയാൻ പറ്റും. അത് കൂടുതലുള്ള കുറെ ബ്രാൻഡുകൾ ഇവിടെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. കാർബൺ ഉണ്ട്, ലാവയുണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനി ഉണ്ട്. പക്ഷെ ഇതൊന്നും ചിലപ്പോൾ എന്തില്ല, ടോപ്പ് 5 നമ്മുടെ ഓർമ്മയിലേക്ക് വരില്ല, കാരണം അതൊക്കെ ബ്രാൻഡിങ്ങിൽ പുറകോട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ പൊന്നാനിയിലെ മികച്ച സ്കൂളുകൾ പറയുമ്പോൾ MI വരുന്നു, AV വരുന്നു, തൃക്കാവ്, അങ്ങനെ അങ്ങനെ കുറെ സ്കൂളുകൾ ആദ്യം വരും ടോപ്പ് 5. അതായത് അവരെല്ലാം ഓൾറെഡി ബ്രാൻഡഡ് സ്കൂളുകളാണ്, അല്ലെങ്കിൽ ഓൾറെഡി ആളുകളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ സ്കൂളുകളാണ്. ഇതേപോലെ തൊഴിലന്വേഷകൻ എന്തായിരിക്കണം, ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആളുകൾ നമ്മളോട് ചോദിക്കും, സാർ ഞങ്ങളുടെ സ്കൂളിൽ വരാമോ, സൗദാ മിസ് ഞങ്ങളുടെ കോളേജിലേക്ക് വരാമോ, സൗദാ മിസ് ഞങ്ങളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമ്മളോട് എന്ത് ചെയ്യും, ആളുകൾ ആവശ്യപ്പെടും. അപ്പൊ ട്രൈ ടു ബിക്കം എ പേഴ്സണൽ ബ്രാൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോബ് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് ആണ്. നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ എവിടെയൊക്കെ നമ്മൾ കൊടുത്തു,
അങ്ങനെയുള്ള കാര്യം നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന സോഫ്റ്റ്വെയർസും ടൂൾസുകളാണ് ജിബ്ബർ ജോബർ, ജോബ് വെൽ, ജോബ് ഹീറോ, സ്റ്റീൽ കരിയർ ക്രാക്കർ, Monday.com, ആസന, നോഷൻ ആപ്ലിക്കേഷൻ, ട്രെല്ലോ, എയർ ടേബിൾ, വർക്കി. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ജോബ് അപ്ലൈ ചെയ്തതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ് അറിയാൻ വേണ്ടിയുള്ള ടൂളുകളാണ്. ഓക്കെ, ഇതൊക്കെ കുറച്ചും കൂടി ഡിഗ്രി ലെവൽ കഴിഞ്ഞ ആളുകൾക്കാണ് ഇതൊക്കെ കൂടുതൽ ഉപകാരപ്പെടുക. അതിനെ തന്നെ നിങ്ങളിത് മനസ്സിലാക്കിക്കോ. ഞാൻ ഈ വീഡിയോയിൽ ഇതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് ഇൻഡസ്ട്രി, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു +2 പഠിക്കുന്ന ഒരു കുട്ടി, അയാൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കണം ഏത് ഇൻഡസ്ട്രിയിലാണ് നെക്സ്റ്റ് 10 കൊല്ലം കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ആവശ്യം വരിക, ജോബിന് ആളുകൾ ആവശ്യം. ആ ജോബിന് ആവശ്യമുള്ള കോഴ്സുകളാണ് ഞാനിപ്പോൾ പഠിക്കേണ്ടത്. അല്ലാതെ ഒപ്പം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കണം, നോക്കണ്ടെന്നല്ല, നമ്മുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ നോക്കണം. ഒപ്പം കറന്റ് മാർക്കറ്റ് ട്രെൻഡും കൂടി നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മുടെ കോഴ്സ് തിരഞ്ഞെടുക്കുവാനും ജോലിയൊക്കെ തിരഞ്ഞെടുക്കും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സാലറി മാർക്കറ്റ് റിസർച്ച് ഒക്കെ നടത്തണം. നമ്മൾ സ്ഥാപനത്തെ കുറിച്ച് പഠിക്കണം. അവിടെ കമ്പനി നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് അന്വേഷിക്കണം. അവർക്ക് എത്ര സാലറിയാണ് കിട്ടുന്നത്, അവരവിടെ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്വേഷിക്കണം. ഇതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ജോബ് ആപ്ലിക്കേഷന്റെ പുറകെ പോവാൻ പാടുള്ളൂ. അപ്പോൾ ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് പറഞ്ഞ ഒത്തിരി ടൂളുകൾ, AI ടൂളുകൾ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഈ ടൂളുകൾ എല്ലാം ചിലപ്പോൾ എല്ലാവർക്കും ആവശ്യമുണ്ടാവില്ല, പക്ഷെ പല ടൂളുകളും പലർക്കും ആവശ്യമുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഈ AI ടൂളുകളുടെ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും മികച്ച 3 ടൂളുകൾ ഓരോ കാറ്റഗറിയിലും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ യുവർ ലൈഫ് വിൽ ബിക്കം ബെറ്റർ. യു ക്യാൻ ഗെറ്റ് എ ബെറ്റർ ജോബ്, ബെറ്റർ സാലറിഡ് ജോബ് യു വിൽ ഗെറ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എല്ലാവർക്കും പ്രാർത്ഥനകളും ബെസ്റ്റ് വിഷസും നേരുകയാണ്. അപ്പൊ എല്ലാവരും നമ്മൾ ഈ പഠിച്ച ടൂളുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിനെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചേരുന്ന നിങ്ങളുടെ സമൂഹത്തിന്റെയും നിങ്ങളുടെ നാടിന്റെയും എസ്പെഷ്യലി പൊന്നാനിക്കാരുടെയും നമ്മുടെ കേരളത്തിന്റെയും അതുവഴി നമ്മുടെ രാജ്യത്തിന്റെയും പുരോഗതിക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു ചെറിയ ഒരു എന്താ പറയാ, ഒരു ചെറിയ വെട്ടം, ഒരു ചെറിയ വെളിച്ചം പകരാൻ ഈ സെഷന് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ അർത്ഥത്തിൽ ഈ വീഡിയോ ഈ 2 സെക്ഷനായിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ട ഓരോ കാര്യങ്ങളും പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആവും. എല്ലാവരും കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നതിന് പകരം ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുക. ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ജോലി ചെയ്യുന്നത് പോലെ നമുക്കൊരിക്കലും ഫീൽ ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല ജോലികൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആ ജോലികൾ ലഭിക്കുവാൻ ആവശ്യമായ സഹായിക്കുന്ന AI ടൂളുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇനിയും AI ടൂളുകൾ ഒരുപാടുണ്ട്. ഒരുപാട് AI ടൂളുകൾ ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ സമയക്കുറവ് കൊണ്ടും പിന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്, ചുരുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ടൂളുകളെല്ലാം പഠിച്ചെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും മികച്ച ജീവിത വിജയം നേടാൻ എല്ലാവർക്കും കഴിയട്ടെ. പ്രത്യേകിച്ച് എന്നെ പ്രോഗ്രാമിൽ ക്ഷണിച്ച സൗദാ മിസ്സിനും സ്കൂൾ മാനേജ്മെന്റിനും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.